ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള മാത്യു എബ്രഹാം അച്ഛൻ, ജോബി തോമസ് സാമുവൽ അച്ഛൻ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, യുവാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിലെ അല്പസമയത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായിട്ട് ഇന്ന് ഏവൻഗേലിയനായി വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 1 വേഴ്സസ് 18 through 25. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ, 18ഉം 19ഉം വാക്യങ്ങൾ ഒരിക്കൽ കൂടെ വായിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഈ വണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുൻപേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. 24-ാമത്തെ വാക്യം കൂടെ. യോസഫ് ഉറക്കമുണർന്നു, കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു, ഭാര്യയെ ചേർത്തുകൊണ്ടു. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവാം ദൈവമേ, നിൻ്റെ സന്നിധിയിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് വീണ്ടും ഒന്ന് വന്നു ചേരുവാനും നിൻ്റെ വചനത്തിൽ നിന്ന് കർത്താവെ ആഴമായ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കോണം നീ ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ നിമിഷത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം കരയറ്റുകയാണ്. പ്രിയ കർത്താവെ, നിൻ്റെ ജന്മപ്പെരുന്നാൾ ആ ദിവസത്തിനായിട്ട് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ കർത്താവെ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ വായിക്കുന്ന വേദഭാഗങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതവുമായിട്ട് ചേർത്ത് വായിക്കുവാനും ഞങ്ങളിൽ ഉണ്ടാകേണ്ട വ്യത്യസ്തതകൾ എന്തൊക്കെ എന്ന് മനസ്സിലാക്കുവാനുമൊക്കെ നീ അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വരുമ്പോഴും ആരാധനയിൽ നിൻ്റെ സാന്നിധ്യം ഈ നിമിഷം വരെ ഞങ്ങൾക്ക് അനുഭവിപ്പാൻ ഇടയായി തീർന്നതിനായിട്ട് നന്ദിയുണ്ട്, സ്തോത്രം. വചനത്തിൻ്റെ മുൻപാകെ ഞങ്ങളായിരിക്കുമ്പോൾ പ്രിയ കർത്താവേ, അവിടുന്ന് നിൻ്റെ ആലോചന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി തരണമേ. അടിയനെ നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. നൽകി തന്നതായിട്ടുള്ള കർത്താവെ ആലോചനകൾ വ്യക്തമായ രീതിയിൽ പറയാൻ തക്കോണം വാക്കുകൾ നീ അവിടുന്ന് നൽകി തരണമേ. വന്ന് ചേർന്നിരിക്കുന്ന നിൻ്റെ പ്രിയജനം താല്പര്യത്തോടുകൂടെ ഇന്ന് ഈ ശുശ്രൂഷയിൽ വന്നു ചേരുമ്പോൾ ആവശ്യമായ വചനം കേട്ട് മടങ്ങിപ്പോകുവാൻ, രൂപാന്തരം ജീവിതത്തിൽ ഉണ്ടാകുവാൻ, മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, അത്തരത്തിലെ തീരുമാനങ്ങൾ എടുക്കുവാൻ നീ അവിടുന്ന് ഇടയാക്കണമേ. മുൻപോട്ടുള്ള നിമിഷങ്ങളെല്ലാം നിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ആസ് ടു ഹൗ മെനി കോൺഷ്യസ് ഡിസിഷൻസ് ഡു വി മേക്ക് എവറി ഡേ? ഒരു ദിവസം കോൺഷ്യസ് ആയിട്ട്, സബ് കോൺഷ്യസ് ആയിട്ട് അറിയാതെ ഒറ്റനേക ഡിസിഷൻസ്, ചോയ്സസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുമെങ്കിലും കോൺഷ്യസ് ആയിട്ട് ഒരു ദിവസം നമ്മൾ എത്ര ഡിസിഷൻസ് എടുക്കാറുണ്ട്? ഞാൻ വെറുതെ ഒന്ന് നോക്കിയപ്പോൾ മനസ്സിലാക്കുവാൻ സാധ്യമായി തീർന്നത് ഒരു ദിവസം ഏകദേശം 70 ആവറേജ് കോൺഷ്യസ് ഡിസിഷൻസ് നമ്മൾ എടുക്കാറുണ്ട്. ഒരു ദിവസം 70 കോൺഷ്യസ് ഡിസിഷൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ 25,550 ഡിസിഷൻസ് വി ഓൾ മേക്ക്. അങ്ങനെയെങ്കിൽ ഒരു ശരാശരി മനുഷ്യൻ്റെ ജീവിത ആയുസ് 70 സംവത്സരം ആണെങ്കിൽ ഒരു മനുഷ്യൻ 17,88,500 ഡിസിഷൻസ് എടുക്കാറുണ്ട്. ഏതൊരു ഡിസിഷൻ നമ്മൾ എടുക്കുമ്പോഴും ഇത്തരത്തിൽ പറയാറുണ്ട്, എവറി ഡിസിഷൻ റിക്വയർസ് എ ഡെത്ത്. ഏതൊരു ഡിസിഷൻ നമ്മൾ എടുക്കുമ്പോഴും വേറെ ഏതൊക്കെയോ നമ്മുടെ മുൻപിലുള്ള പല ചോയ്സസും മരിക്കുകയാണ്, ചാകുകയാണ്, അതിനൊരു ഡെത്ത് സംഭവിക്കുകയാണ്. അങ്ങനെ ഡെത്ത് സംഭവിക്കുമ്പോൾ മാത്രമേ നമ്മൾ എടുത്തതായിട്ടുള്ള ഡിസിഷനിൽ മുൻപോട്ട് പോകാനായിട്ട് ഇടയായി തീരത്തുള്ളൂ. A dying to 1,000 options, putting aside of a legion of possibilities in order to choose just one. കർത്താവിൻ്റെ ജനന പെരുന്നാളിന് വേണ്ടിയിട്ട് നാം ഓരോരുത്തരും ഒരുങ്ങുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ വായിച്ച് കേട്ട വേദഭാഗങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇന്ന് നമ്മൾ വായിച്ച് കേട്ട ഏവൻഗേലിയൻ ഭാഗവും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ എല്ലാം കാണാൻ ഇടയായിത്തീരുന്ന ഒരു സിമിലാരിറ്റി ഉണ്ട്. എവ്രിബഡി ഹാഡ് ഓപ്ഷൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. സക്കറിയ പുരോഹിതൻ, എലിസബത്ത്, മറിയ, ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്ന യോസഫ്, ഇവരുടെ എല്ലാവരുടെയും മുൻപിൽ വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ആ ഓപ്ഷനിൽ ചിലതിനെ അവർ തിരഞ്ഞെടുത്തതായിട്ട് കാണാനായിട്ട് ഇടയായിത്തീരുകയാണ്. ഒരു പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ മുൻപാകെയും ഞാൻ വിശ്വസിക്കുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു, വെദർ ടു കം ഡൗൺ ടു എർത്ത് ഓർ ടു റിമെയിൻ അപ്പ് ദെയർ ഓൺലി.
എന്നാൽ ദൈവം ലോകത്തിൻ്റെക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വലിയ സുദിനം നമുക്കെല്ലാവർക്കും ആഘോഷിക്കുവാൻ തക്കോണം ഇടയായിത്തീരുന്നത്. അങ്ങനെയെങ്കിൽ ക്രിസ്മസിന് വേണ്ടിയിട്ട് നാം ഓരോരുത്തരും ഒരുങ്ങുമ്പോൾ ഇന്ന് വായിച്ച ഈ വേദഭാഗം നമ്മളോട് ചിലത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് ഐ എം ഗോയിങ് ടു ഓപ്റ്റ് ദിസ് ന്യൂ ഇയർ ദാറ്റ് ഐ എം ഗോയിങ് ടു എൻറ്റർ? 11 മാസക്കാലം കഴിഞ്ഞ് 12ാമത്തെ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. കുറച്ച് ദിവസങ്ങളുടെ കഴിയുമ്പോൾ 2021 നിന്ന് 2022 പ്രവേശിക്കുവാൻ തക്കോണം നമുക്ക് ദൈവം ഇടയാക്കുകയാണെങ്കിൽ, ഈ 2022 ഞാൻ ഏത് തെരഞ്ഞെടുപ്പോടുകൂടിയാണ്, ഏത് ഓപ്ഷൻസ് ആണ് ഞാൻ തിരഞ്ഞെടുക്കാനായിട്ട് പോകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് സൂക്ഷ്മമായി ചിന്തിക്കുകയും മനസ്സിലാക്കുന്നതും നല്ലതാണ്. വായിച്ചു കേട്ട ഈ വേദഭാഗം അത്തരത്തിൽ ചില ചിന്തകൾ നമുക്ക് നൽകി തരികയാണ്. 3 ചെറിയ ചിന്തകൾ പറഞ്ഞ് ഈ ധ്യാനം അവസാനിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യോസഫിൻ്റെ ജീവിതം എടുത്തു നോക്കുമ്പോൾ ഹി ഹാഡ് മെനി ഓപ്ഷൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം, ബട്ട് ഹീ ചൂസ് വൺ ഓഫ് ദെം വിച്ച് വാസ് ദ ബെസ്റ്റ് വൺ. ഇന്ന് അത് നമുക്ക് ചെയ്യാനായിട്ട് സാധ്യമായി തീരുന്നുണ്ടോ? ഒന്നാമത്, ഹി ഓപ്റ്റഡ് ഫോർ ലവ് ഇൻസ്റ്റെഡ് ഓഫ് കണ്ടംനേഷൻ. ജോസഫ് ഓപ്റ്റഡ് ഫോർ ലവ് ഇൻസ്റ്റെഡ് ഓഫ് കണ്ടംനേഷൻ. ഉപേക്ഷിക്കുക, ശിക്ഷിക്കുക, വെറുക്കുക എന്നതിന് പകരം യോസഫ് തിരഞ്ഞെടുത്തത് സ്നേഹത്തിൻ്റെ മാർഗം ആകുന്നു. 19ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. യഹൂദ പാരമ്പര്യമനുസരിച്ച് ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ 3 സ്റ്റെപ്സ് ഉണ്ട്. ഒരു മാരിഡ് ലൈഫിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻഗേജ്മെൻ്റ് ആകുന്നു. ഈ എൻഗേജ്മെൻ്റ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾ ഡിസൈഡ് ചെയ്യുകയാണ് ദാറ്റ് ദീസ് ബോത്ത് ആർ ഗോയിങ് ടു ബി മാരിഡ്. എന്നാൽ ആ സമയത്ത് അവർ ഒരുമിച്ച് താമസിക്കുന്നില്ല. ബട്ട് ബോത്ത് ദ പേരൻസ് ഡിസൈഡ് ഫ്രം ദ വെരി ചൈൽഡ്ഹുഡ് ഇറ്റ് സെൽഫ് ദാറ്റ് ദിസ് ഇസ് ഹൂ ഹിസ് വൈഫ് ഇസ് ഗോയിങ് ടു ബി, ദിസ് ഇസ് ഹൂ ഹർ ഹസ്ബൻഡ് ഇസ് ഗോയിങ് ടു ബി. അത് കഴിഞ്ഞ് നടക്കുന്നതായിട്ടുള്ളൊരു ശുശ്രൂഷയാണ് ബിത്രോത്തൽ എന്ന് പറയുന്ന ശുശ്രൂഷ. ഇവിടെ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. വെൻ ഹിസ് മദർ മേരി ഹാഡ് ബീൻ ബിത്രോത്ത് ടു ജോസഫ് ബിഫോർ ദേ കെയിം ടുഗെദർ. വിവാഹ ശുശ്രൂഷ പൂർണ്ണമായിട്ട് നടക്കുന്നതിന് 1 വർഷം മുൻപ് നടക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ ബിത്രോത്തൽ ശുശ്രൂഷ. എന്നാൽ ഈ ബിത്രോത്തൽ ശുശ്രൂഷ നടന്നു കഴിയുമ്പോൾ ലീഗലി ദേ ആർ കൺസിഡേർഡ് ആസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ലീഗലി യോസഫും മറിയയും ഇപ്പോൾ ഹസ്ബൻഡും വൈഫ് തന്നെയാണ്. അവർ ഒരുമിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങിയിട്ടില്ല. ശാരീരികമായിട്ട് അത്തരത്തിലുള്ള ഒരു ഫിസിക്കലായിട്ടുള്ള ബന്ധങ്ങൾ അവർക്കില്ല. ബട്ട് ഓൺലി ഇഫ് ഹി ഓർ ഷീ വാണ്ട്സ് ടു ലീവ് ഈച്ച് അതർ ദർ നീഡ്സ് ടു ബി എ ലീഗൽ ഡിവോഴ്സ്. അതുണ്ടെങ്കിൽ മാത്രമേ ഒരാളെ ഉപേക്ഷിക്കുവാനായിട്ട് സാധ്യമായി തീരത്തുള്ളൂ. അവസാനം നടക്കുന്ന ശുശ്രൂഷയാണ് വിവാഹം എന്ന് പറയുന്ന ശുശ്രൂഷ. ഒരു പക്ഷെങ്കിൽ ചെറുപ്പം നാൾ മുതൽ മനസ്സിൽ കൊണ്ടു നടന്ന ഒരാളാകുന്നു യോസഫിനെ സംബന്ധിച്ചിടത്തോളം മറിയയെ സംബന്ധിച്ചിടത്തോളം യോസഫും. അതുകൊണ്ട് തന്നെ ചെറുപ്പം നാൾ മുതൽ തന്നെ പല സംഭാഷണങ്ങൾ ഒരു പക്ഷെങ്കിൽ ഉണ്ടായി കാണും, പല കണ്ടുമുട്ടൽ ഒരു പക്ഷെങ്കിൽ ഉണ്ടായി കാണും. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇത്തരത്തിലെ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഇതുവരെ ജീവിതത്തിൽ സംഭവിക്കാത്തതും ഇതുവരെ താൻ വസിക്കുന്നതായിട്ടുള്ള ചുറ്റുപാടിൽ ഇത്തരത്തിലെ വാർത്തയൊന്നും കേൾക്കാതിരിക്കുമ്പോൾ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ഫോർ ജോസഫ് ടു ടേക്ക് എ ഡിസിഷൻ ദാറ്റ് ഹി ടുക്ക് റൈറ്റ് നൗ. വായിച്ചു പോകുമ്പോൾ വളരെ എളുപ്പമാണ്. എന്നാൽ നമ്മളെ തന്നെ ആ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് നമ്മൾ വെക്കുമ്പോൾ ഇതിനു മുൻപ് കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ഒരു അനുഭവത്തിൽ കൂടെയും സംഭവത്തിൽ കൂടെയും കടന്നു പോകുമ്പോൾ വ്യത്യസ്തമായ ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ ഈസി. എന്നാൽ യോസഫിൻ്റെ ജീവിതത്തിൽ കാണുന്ന ഒരു വലിയ അനുഭവം, ഹിസ് ലവ് ഓവർ പവേർഡ് ഹിസ് ഡിസയർ ഫോർ ജസ്റ്റിസ്. നീതിയേക്കാൾ കൂടുതലും സ്നേഹം ഇവിടെ യോസഫിൻ്റെ ജീവിതത്തിൽ കാണാനായിട്ടിടയായി തീരുകയാണ്. നീതിയാണ് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ മറിയ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ കല്ലെറിഞ്ഞ് കൊല്ലണമായിരുന്നു. എന്നാൽ അവിടെ നീതിയേക്കാൾ കൂടുതൽ യോസഫ് ആഗ്രഹിച്ചതും താല്പര്യപ്പെട്ടതും സ്നേഹം ആയിരുന്നു. ഞാൻ ഈ ദുബായ് ഷാർജയിലേക്ക് ശുശ്രൂഷയ്ക്ക് വരുന്നതിന് മുൻപ് ശുശ്രൂഷ ചെയ്തത് ട്രിവാൻഡ്രം പേരൂർക്കട ഇടവകയിൽ സഹവികാരിയായിട്ടായിരുന്നു. അവസാന നാളുകളിൽ അവസാനത്തെ 2 വർഷം അവിടെ ശുശ്രൂഷ ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട CK ടൈറ്റസ് അച്ഛനായിരുന്നു അവിടുത്തെ വികാരി. ബഹുമാനപ്പെട്ട CK ടൈറ്റസ് അച്ഛൻ ട്രിവാൻഡ്രം പേരൂർക്കട ഇടവകയിൽ നിന്നാണ് റിട്ടയർ ആയത്. മർത്തോമ സഭയിൽ ഒരു പട്ടക്കാരന് പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ലെങ്കിൽ മാക്സിമം കിട്ടാമെന്ന ഒരു ശുശ്രൂഷ കാലഘട്ടമാണ് 40 വർഷക്കാലം. പ്രിയപ്പെട്ട CK ടൈറ്റസ് അച്ഛൻ 41 വർഷക്കാലം
ഈ മാർത്തോമാ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാൻ തക്കോണം ഇടയായി തീർന്നു. പ്രിയപ്പെട്ട അച്ഛനോടൊപ്പമുള്ള ശുശ്രൂഷകൾ എൻ്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. 2 വർഷക്കാലം അനുഗ്രഹപ്രദമായ ശുശ്രൂഷ പ്രിയപ്പെട്ട അച്ഛനോടൊപ്പം ചെയ്യുവാൻ തക്കോണം ഇടയായി തീർന്നു. എന്നാൽ ബഹുമാനപ്പെട്ട CK ടൈറ്റസ് അച്ഛൻ്റെ അവസാനത്തെ ജനറൽ ബോഡി ട്രിവാൻഡ്രം പേരൂർക്കട വെച്ച് നടക്കുമ്പോൾ അധ്യക്ഷ പ്രസംഗത്തിൻ്റെ അകത്ത് പ്രിയപ്പെട്ട CK ടൈറ്റസ് അച്ഛൻ പറഞ്ഞ ഒരു വാചകം, അത് വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വാചകമാണ്. CK ടൈറ്റസ് അച്ഛൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു നിവൃത്തി എനിക്ക് ഈ കഴിഞ്ഞ 41 വർഷം ഉണ്ടായിരുന്നെങ്കിൽ I would have never taken administration along with the pastoral service. പുരോഹിത ശുശ്രൂഷയോട് ചേർന്ന്, പൗരോഹിത്യ ശുശ്രൂഷയോട് ചേർന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ശുശ്രൂഷ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് സഭ എന്തെങ്കിലും ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് ശുശ്രൂഷകൾ ഞാൻ മാറ്റിവെച്ചിരുന്നേനെ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട അച്ഛൻ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലും പാസ്റ്ററൽ തലത്തിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരു അച്ഛനാണ്. എന്നാൽ അച്ഛൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് അച്ഛൻ കണ്ട ചില അനുഭവങ്ങളാണ്. ഒരു അഡ്മിനിസ്ട്രേറ്റർ ആകുമ്പോൾ സഭയുടെ ഭരണഘടനയും സഭ നിശ്ചയിച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യം അത് നടപ്പിലാകുമ്പോൾ ചിലയിടത്ത് സ്നേഹത്തേക്കാൾ കൂടുതൽ ജസ്റ്റിസ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ വരുന്നതായിട്ടുള്ള സമയത്ത് അറിഞ്ഞോ അറിയാതെയോ ഇടവകയിലെ പല പ്രിയപ്പെട്ടവരിൽ നിന്ന് നീരസം അല്ലെങ്കിൽ വിദ്വേഷം ഏറ്റുവാങ്ങേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് വികാരിയായിട്ടിരിക്കുന്നത് വളരെ സുഖകരമായ ഒരു അനുഭവമാണ്. ഞാൻ അത് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം. അതിന് 2 വശങ്ങളുമുണ്ട്, എന്നാൽ ഒത്തിരി സുഖകരമാണ്. എല്ലാവരുടെയും പ്രിയപ്പെട്ടവരാണ് സഹവികാരി. ഇവിടുത്തെ ജോബി അച്ഛനും എല്ലാവരുടെയും പ്രിയപ്പെട്ടവരാണ്. അതുപോലെ തന്നെ അതിനേക്കാൾ പ്രിയപ്പെട്ടവനാണ് യൂത്ത് ചാപ്ലിൻ. കാരണം അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ യാതൊരു ഇടപെടലുമില്ല. ആരെ കണ്ടാലും ചിരിക്കുക, ഹലോ ഹായ്, എല്ലാത്തിനോടും യെസ് പറഞ്ഞങ്ങ് പോവുക. എന്നാൽ വികാരി അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറ്റത്തില്ല. അവർ ചില തീരുമാനങ്ങൾ പറഞ്ഞേ പറ്റത്തുള്ളൂ. സഭ അതിനായിട്ടാണ് അവരെ വിട്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെ പറയുന്നതായിട്ടുള്ള സമയത്ത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. ഒരു ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതൊരു വികാരി അച്ഛൻ്റെ ജീവിത അനുഭവങ്ങളിലും പാസ്റ്ററും അഡ്മിനിസ്ട്രേറ്ററിലും ഇത് രണ്ടിനെയും എങ്ങനെയാണ് ചേർത്ത് കൊണ്ടുപോകാനായിട്ട് സാധ്യമായി തീരുന്നത്. യോസഫ് ഇവിടെ നമ്മുടെ മുൻപിൽ കാണിക്കുന്ന ഒരു വലിയ മാതൃകയാണ്. അത് എത്രത്തോളം നമുക്ക് ചെയ്യാനായിട്ട് സാധ്യമായി തീരുമെന്നുള്ളൊരു വലിയ ചോദ്യമാണ്. എന്നാൽ ഈസ് ആർ ലവ് ഓവർ പവറിങ് കണ്ടംനേഷൻ. മറ്റുള്ളവരെ ശിക്ഷിക്കാനും മറ്റുള്ളവരെ വെറുക്കുവാനുമാണ് നമ്മുടെ ആദ്യത്തെ നാച്ചുറലായിട്ടുള്ള ഒരു ഡിസയർ. എനിക്ക് ഇഷ്ടമല്ലാത്തത് ആരെങ്കിലും എൻ്റെ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒരു നാച്ചുറൽ ഡിസയർ എന്ന് പറയുന്നത് അവനെ എങ്ങനെയെങ്കിലും തകർക്കുക, അവനെ എങ്ങനെയെങ്കിലും ശിക്ഷ കൊടുക്കുക, എന്നേക്കാൾ അപ്പുറമായിട്ട് അവൻ വേദനപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹവും താല്പര്യവുമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്, ഞാൻ ഉൾപ്പെടെ. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. എന്നാൽ ഈ 2021 ഈ കോവിഡ് കാലഘട്ടത്തിൽ ദൈവം നമുക്ക് ജീവൻ നൽകി, ആയുസ് നൽകി, നമുക്ക് ഈ ലോകത്തിൽ ജീവിപ്പാൻ തക്കോണം ഇടയായി തീർന്നപ്പോൾ 2021 ഞാനും നിങ്ങൾക്കും പ്രവേശിപ്പാൻ ദൈവം ഒരു അവസരം നൽകുകയാണെങ്കിൽ തുടർന്നുള്ള ജീവിത യാത്രകളിൽ ദൈവമേ എൻ്റെ ജീവിതത്തിൽ സ്നേഹത്തിന് ഒരു മുൻപന്തി ഉണ്ടാകുവാൻ തക്കോണം, സ്നേഹത്തിന് ഒരു പ്രയോറിറ്റി ഉണ്ടാകുവാൻ തക്കോണം, മറ്റുള്ളവരെ കണ്ടം ചെയ്യുന്നതിനേക്കാൾ മുൻപ് സ്നേഹിക്കുവാൻ തക്കോണം ഇടയായി തീരണമേ എന്ന് ഒരു തീരുമാനം നമുക്കെടുക്കാൻ ഇടയായി തീരട്ടെ. യോസഫ് ഈസ് എ ചലഞ്ച് ഫോർ us as he opted for love instead of condemnation. 2, ജോസഫ് opted for action instead of speech. യോസഫിനെ സംബന്ധിച്ചിടത്തോളം യോസഫിൻ്റെ ജീവിതം ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ജീവിതമായിരുന്നു, റാദർ ദാൻ എ സ്പീച്ച് ഓറിയൻറ്റഡ് ലൈഫ്. ഹിസ് ലൈഫ് വാസ് ആൻ ആക്ഷൻ ഓറിയൻറ്റഡ് ലൈഫ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എന്നാൽ യോസഫിൻ്റെ വിശുദ്ധ സ്ലീഹന്മാർ യോസഫിനെ അവതരിപ്പിക്കുമ്പോൾ യോസഫ് ഒരിടത്ത് പോലും സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് ഇടയായി തീരത്തില്ല. It's always a silence that is there when Joseph is mentioned. മറ്റെല്ലാ കഥാപാത്രങ്ങളും എടുത്തു നോക്കിക്കോ, എലിസബത്ത്, സക്കറിയാവ്, മറിയ, അവർ പാട്ടുകൾ പാടുകയാണ്, അവർ ഒട്ടനേകം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. മാലാഖന്മാർ വരുമ്പോൾ അവർ സംസാരിക്കുന്നുണ്ട്, ആട്ടിടയന്മാർ സംസാരിക്കുന്നുണ്ട്, വിദ്വാൻമാർ സംസാരിക്കുന്നുണ്ട്. എന്തിന്? ഹേരോദ് രാജാവ് പോലും സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ ഇടയായി തീരുമ്പോൾ ദിസ് ക്യാരക്ടർ ജോസഫ്, ഹീ ഈസ് ഫോർ എവർ സൈലന്റ്. ഒന്നും തന്നെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് ഇടയായി തീരുന്നില്ല. എന്നാൽ ഈ യോസഫിൽ ഒരു പക്ഷെങ്കിൽ വിശുദ്ധ സ്ലീഹന്മാർ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഹി നെവർ സ്പീക്സ് ബട്ട് ജോസഫ് ആക്ട്സ്. ഒരു വാക്ക് പോലും സംസാരിക്കാതെ യോസഫ് തൻ്റെ ജീവിതം കൊണ്ട്, തൻ്റെ പ്രവൃത്തി കൊണ്ട് കാണിച്ച ഒരു വ്യക്തിത്വമാണ് യോസഫ്.
ഇന്നറിഞ്ഞോ അറിയാതെ ഒട്ടനേക പ്രസംഗങ്ങളുണ്ട്. ഇടവകകളിലും സഭകളിലും എല്ലായിടങ്ങളിലും ഒട്ടനേക കാര്യങ്ങൾ നമ്മൾ പ്രസംഗിക്കാറുണ്ട്. രാഷ്ട്ര നേതാക്കൾ ഒട്ടനേക കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷെങ്കിൽ പ്രാവർത്തികത്തിൽ എത്രമാത്രം ആയിത്തീരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലൊക്കെ വന്നു കഴിയുമ്പോൾ, ഈ പ്രദേശങ്ങൾ കൂടിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയ ഒരു അനുഭവമാണ്. എങ്ങനെയാണ് ഈ മരുഭൂമിയെ ഇത്ര ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് സാധ്യമായി തീരുന്നത്? നമ്മുടെ രാഷ്ട്രത്തെ, നമ്മുടെ രാജ്യത്തെ നയിക്കുന്ന ഓരോ നേതാക്കന്മാരും ഇലക്ഷൻ മുൻപ് നൽകുന്നതായിട്ടുള്ള വാഗ്ദാനങ്ങൾ, അതിൻ്റെ ഒരു 10% അവർക്ക് പൂർത്തീകരിക്കാൻ സാധ്യമായി തീർന്നെങ്കിൽ ഇന്നൊരു പക്ഷെങ്കിൽ നമ്മുടെ രാജ്യവും ഇതിൻ്റെ എവിടെയെങ്കിലുമൊക്കെ അടുത്ത് എത്തുവാനായിട്ട് സാധ്യമായി തീർന്നേനെ. നമ്മളതിന് ഒത്തിരി കാര്യങ്ങൾ പറയും. പോപ്പുലേഷൻ ഒത്തിരി കൂടുതലാണ്, അതുകൊണ്ട് ഇതെല്ലാം സാധ്യമല്ല. എന്നാൽ പോപ്പുലേഷൻ കൂടുതലാണെങ്കിലും സാധ്യമാണ്. പക്ഷെങ്കിൽ ഇന്ന് അറിഞ്ഞോ അറിയാതെയോ നമ്മളെല്ലാവരും ഇറ്റ് ഈസ് മോർ ഓഫ് സ്പീച്ച് റാദർ ദാൻ ആക്ഷൻ. ചെയ്ത് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പറഞ്ഞു കാണിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളോടാണെങ്കിൽ പോലും കുഞ്ഞുങ്ങൾ നമ്മളോട് ചില കാര്യങ്ങൾ ചെയ്യണ്ട എന്ന് പറയുമ്പോൾ, എന്ത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. എന്താണ്? ഞാൻ പറഞ്ഞതുകൊണ്ട് നീ ചെയ്യല്ല. പക്ഷെ ഞാൻ പറഞ്ഞതുകൊണ്ട് നീ ചെയ്യല്ലെന്നല്ല, ഞാൻ ചെയ്യാത്തത് കൊണ്ട് നീ ചെയ്യാൻ പാടില്ല എന്ന് നമ്മുടെ ജീവിതത്തിൽ വരാത്തടത്തോളം കാലം നമ്മൾ പറയുന്നതൊന്നും പൂർണ്ണമായിട്ട് അവർ സ്വീകരിക്കാൻ റെഡിയായി തീരത്തില്ല. ഹിസ് ലൈഫ് വാസ് മോർ ഓഫ് ആക്ഷൻ ദാൻ സ്പീച്ച്. ഒരു പക്ഷെങ്കിൽ സമയമില്ലാത്തത് കൊണ്ട് എല്ലാം പറയുന്നില്ല. എന്നാൽ ഇംഗ്ലീഷിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം വളരെ ഉപയോഗിച്ചിരിക്കുന്ന വേർബ്സ് എല്ലാം തന്നെ ആക്ഷൻ ഓറിയൻറ്റഡ് വേർബ്സ് ആണ്, പാസീവ് വേർബ്സ് അല്ല യോസഫിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. NRSV വേർഷൻ്റെ അകത്ത് 119 പറയുന്നു ഹി പ്ലാൻഡ്, 120 പറയുന്നു ഹി റിസോൾവ്ഡ്, 124 പറയുന്നു ഹി ടുക്ക്, 214 പറയുന്നു ഹി ഗോട്ട് അപ്പ്, ഹി വെന്റ്. ഏത് ഭാഗം എടുത്തു നോക്കിയാലും അവിടെ എല്ലാം യോസഫുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇറ്റ് ഈസ് മോർ ഓഫ് ആക്ഷൻ ദാൻ സ്പീച്ച്. ഈ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ ഞാൻ ഉൾപ്പെടെ നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനങ്ങളാണ്. കുറേ പ്രസംഗങ്ങൾ നമ്മൾ നടത്തിയല്ലോ, കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. എന്നാൽ ഈ പറഞ്ഞതിൻ്റെ ചിലതെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ജീവിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുഭവം നമുക്കുണ്ടാകാൻ ഇടയായി തീരുമോ? 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, 2 choices that he made. He opted for love rather than condemnation. He opted for action rather than speech. മൂന്നാമതായിട്ടും അവസാനമായിട്ടും he opted for obedience instead of predictability and comfort. നമ്മളെല്ലാവരും predictabilityയും കംഫർട്ടും ആഗ്രഹിക്കുന്ന ആളുകളാണ്. 24 വാക്യം പറയുന്നത്, യോസഫ് ഉറക്കം ഉണർന്നു, കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു, ഭാര്യയെ ചേർത്ത് കൊണ്ടു. കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. മുൻകൂട്ടി ചിലതൊക്കെയും അറിയുകയും സുഖകരമായ ഒരു ജീവിതമാണ് ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. മുൻകൂട്ടി അറിയാത്തതൊന്നിലേക്ക് നമ്മൾ പലപ്പോഴും എടുത്തു ചാടാറില്ല. സുഖകരമായ അനുഭവം നേരത്തെ നമുക്കറിയാം ഇങ്ങനെ അല്ല എങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങോട്ട് ചാടാറില്ല. എന്നാൽ യോസഫിൻ്റെ ജീവിതം വേദപുസ്തകം നമ്മളെ കാണിച്ചതനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ യോസഫ് എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെ എല്ലാം ഒരു ക്രൈസിസ് ആണ്. ജീവിതത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ വേദപുസ്തകം നമ്മളെ യോസഫിനെ ചിത്രീകരിക്കുന്നിടത്തെല്ലാം യോസഫിൻ്റെ ജീവിതം ക്രൈസിസ് നിറഞ്ഞ ഒരു ജീവിതമാണ്. ഒരു പക്ഷെങ്കിൽ ഈ മറിയെ സ്വീകരിക്കുമ്പോൾ നാളെ പരിഹാസത്തിനിടയായിത്തീരും. ഹിൽ ബിക്കം എ ലാഫിംഗ് സ്റ്റോക്ക്. പീപ്പിൾ വിൽ മേക്ക് ഫൺ ഓഫ് ഹിം. പക്ഷെങ്കിൽ അവൻ അത് തിരഞ്ഞെടുക്കുകയാണ്. മറിയയുമായിട്ടുള്ള ഒരു ജീവിതം ഒരു ക്രൈസിസ് ആണ്. ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞ് ഇനി ബേത്ലഹേമിലേക്കുള്ള യാത്ര അതൊരു ക്രൈസിസ് ആണ്. കുഞ്ഞുണ്ടായി കഴിഞ്ഞ് അവിടെ നിന്ന് വീണ്ടും ഈജിപ്തിലേക്ക് പോകുന്ന യാത്ര അതൊരു ക്രൈസിസ് ആണ്. കുഞ്ഞുണ്ടാകുന്ന സമയത്ത് സ്ഥലം കിട്ടാതെ പോകുന്ന ഒരു സമയം അതൊരു ക്രൈസിസ് ആണ്. ജീവിതത്തിൽ ഉടനീളം നമ്മൾ നോക്കുമ്പോൾ യോസഫിൻ്റെ ജീവിതം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇറ്റ് വാസ് ഓൾവേസ് എ ക്രൈസിസ്. കർത്താവ് ഉണ്ടായിക്കഴിഞ്ഞ് 12-ാം വയസ്സ് വരെ നമ്മളത് കാണുന്നുള്ളൂ. എന്നാൽ അവിടെ ഒരു ക്രൈസിസ് കാണുന്നു. ദേവാലയത്തിലേക്ക് ഇതാ ആദ്യമായിട്ട് കൊണ്ടുപോകുന്നു, തിരിച്ചു വരുമ്പോൾ സ്വന്തം മോൻ കൂടെയില്ല എന്നുള്ള ഒരു വലിയ ക്രൈസിസ്. എവിടെ പോയി എന്ന് ചിന്തിക്കുന്ന ഒരു ക്രൈസിസ്. യോസഫിൻ്റെ ജീവിതം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇറ്റ് വാസ് ഓൾവേസ് ക്രൈസിസ് ഫിൽഡ്. എന്നാൽ യോസഫിൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലെ ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ സ്വന്തം അജണ്ട അല്ല, ദൈവത്തിൻ്റെ അജണ്ടയാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് ജോസഫ് മനസ്സിലാക്കി. നമ്മുടെ ജീവിതയാത്രകളിൽ ഒത്തിരി അജണ്ടകളുമായിട്ടാണ് നമ്മളെല്ലാവരും ഈ ജീവിതത്തിൽ വരുന്നത്. ഒത്തിരി അജണ്ടകളുമായിട്ടാണ് ഓരോ ദിവസവും നമ്മൾ മുൻപോട്ട് പോകുന്നത്. എന്നാൽ ഈ അജണ്ടകളൊക്കെയും മാറ്റിവെച്ച് ദൈവമേ
വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു വാണ്ട് മീ ടു ഡു ഇൻ ദിസ് ലൈഫ് എന്നുള്ള ഒരു ചോദ്യത്തിന് നമുക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് നമുക്ക് സാധ്യമായി തീരുന്നുണ്ടോ? ക്രിസ്മസ് ഞാൻ വിശ്വസിക്കുന്നത് ഓപ്ഷനുകളുടെ ഒരു കാലഘട്ടമാണ്. കർത്താവിനും ദൈവത്തിനും ഓപ്ഷൻ ഉണ്ടായിരുന്നു വെദർ ടു കം ഡൗൺ. കർത്താവിന് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഈ ക്രൂശിലേക്ക് കയറണോ വേണ്ടോ. ഇറ്റ് വാസ് ഹിസ് ചോയ്സ്, ഹിസ് ഡിസിഷൻ. എല്ലാ കഥാപാത്രങ്ങൾക്കും ഓപ്ഷൻ ഉണ്ടായിരുന്നു. സക്കറിയാവ് ആദ്യം വിശ്വസിച്ചില്ല, പിന്നെയാണ് വിശ്വസിച്ചത്. എലിസബത്ത് വിശ്വസിച്ചു, മറിയ വിശ്വസിച്ചു. യോസഫിന് ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. എന്നാൽ യോസഫ് പറയുകയാണ്, എനിക്ക് സ്നേഹം അവളോട് അത്രമാത്രം ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ അവളെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, അങ്ങനെ അവളെ വെറുക്കാനായിട്ട് പറ്റത്തില്ല. അറിഞ്ഞോ അറിയാതെയോ ഈ സ്നേഹത്തിൻ്റെ അംശം ഇന്ന് എല്ലാ ഇടങ്ങളിലും വളരെയധികം കുറഞ്ഞു പോയ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ 2021 ദൈവം നമ്മളെ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. For choosing love instead of condemnation, for choosing action instead of speech, and most importantly, choosing obedience instead of predictability and comfort. കംഫർട്ടിൽ നിന്ന് ഡിസ്കംഫർട്ടിലേക്ക് പോയവരാണ് എല്ലാവരും. സക്കറിയാവും എലിസബത്തും വാർദ്ധക്യകാലത്തിൽ ഒരു കുഞ്ഞുണ്ടായി എന്ന് പറയുമ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു അനുഭവമാണ്. എന്നാൽ പോലും ഒരു കുഞ്ഞുണ്ടാകേണ്ട പ്രായത്തിൽ കുഞ്ഞുണ്ടാകുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന ഡിസ്കംഫർട്ട്, അപ്പോൾ വാർദ്ധക്യ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ഉള്ള ഡിസ്കംഫർട്ട് എത്രമാത്രം. മറിയയുടെ ജീവിതത്തിൽ ഒരു വെർജിൻ കന്യകയായിരിക്കുന്ന ഒരു പെൺകുട്ടി, അവൾ ഈ ജീവിതാനുഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൾക്കുണ്ടാകുന്ന ഡിസ്കംഫർട്ട്. യോസഫിൻ്റെ ജീവിതത്തിൽ അവൾക്കുണ്ടാകുന്ന ഡിസ്കംഫർട്ട്. ഇന്ന് നമ്മളെല്ലാവരും കംഫർട്ട് ആഗ്രഹിക്കുമ്പോൾ ഈ ഒരു പുതിയ വർഷം തുടർന്നിനി എന്താണ് എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. എന്നാൽ ഡിസ്കംഫർട്ടാണെങ്കിൽ ആ ഡിസ്കംഫർട്ട് വളരെ സന്തോഷത്തോടുകൂടെ യോസഫ് സ്വീകരിച്ചതുപോലെ സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ത്രിയേക ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം.